എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 പരിശീലന ചോദ്യങ്ങളാണ്. PSCയുടെ പുതിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഒരു മോക്ക് ടെസ്റ്റായിട്ട് ഇതിനെ കണക്കാക്കുക. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തന്നിരിക്കുന്നവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ ഡി യുറാസിൽ. യുറാസിലാണ് തന്നിരിക്കുന്നവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകൾ ഉള്ള സംസ്ഥാനം. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയായതാണ്. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ബി രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷനാണ് ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന. പദവിയിൽ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ 35 വയസ്സ്. രാജ്യസഭാംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോക്സഭാംഗം 25 വയസ്സ്. പഞ്ചായത്ത് അംഗം 18 വയസ്സ്. പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഡി പഞ്ചായത്ത് അംഗം 18 വയസ്സ് എന്ന പ്രസ്താവനയാണ് തെറ്റായത്. പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ധനകാര്യം. ധനകാര്യമാണ് നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. രാമായണ കഥ ആലേഖനം ചെയ്ത 45 ചുമർ ചിത്രങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലുണ്ട്. പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനിച്ച കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 3 ശരി. കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനിച്ച കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്നു. വായു അറകളുടെ അസാന്നിധ്യം, ഉൽക്കകൾ കത്തുന്നു. ഉയരം തോറും താപം ഗണ്യമായി വർദ്ധിക്കുന്നു. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി 1 സി, 2 ഡി, 3 ബി, 4 എ. മിസോസ്ഫിയർ ഉൽക്കകൾ കത്തുന്നു. തെർമോസ്ഫിയർ ഉയരം തോറും താപം ഗണ്യമായി വർദ്ധിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ വായു അറകളുടെ അസാന്നിധ്യം.
ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്നു. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? നോട്ട് അടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. നോട്ടടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കൽ, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നതും റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തെറ്റായത് ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്ന പ്രസ്താവനയാണ് തെറ്റ്. 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഭരണഘടനയിലെ ഏത് ഭാഗമാണെന്ന് കണ്ടെത്തുക. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല, അനുച്ഛേദം 51(a)യിൽ ഉൾപ്പെടുന്നു. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഭരണഘടനയിലെ ഏത് ഭാഗമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി മൗലിക കടമകൾ. മൗലിക കടമകൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. മൗലിക കടമകൾ അനുച്ഛേദം 51(a)യിൽ ഉൾപ്പെടുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഓപ്ഷൻ സി 1857 വിപ്ലവം. 1857 വിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ദ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ദ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ദ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്. സ്കൂളുകളിൽ ഇരുമ്പ് അടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. ഓപ്ഷൻ സി WIFS വിഫ്സ് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ. വിഫ്സ് എന്ന പദ്ധതിയാണ് സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഓപ്ഷൻ എ 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്.
താഴെ കൊടുത്തിരിക്കുന്നതിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നവയിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. തന്നിരിക്കുന്നവയിൽ ഗ്രാഫൈറ്റ് ആണ് പെൻസിലിൽ ഉപയോഗിക്കുന്നത്. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെ? ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ സി സിംഗപ്പൂർ. സിംഗപ്പൂരിലായിരുന്നു ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 21. അനുച്ഛേദം 21 നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ സി 2008. 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തം വൃത്താകൃതിയിൽ കാണാൻ കാരണം. വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തം വൃത്താകൃതിയിൽ കാണാൻ കാരണമാകുന്നത്? ഓപ്ഷൻ ബി വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത മൂലമാണ് വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തം വൃത്താകൃതിയിൽ കാണാൻ കാരണമാകുന്നത്. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? താമരയുടെ ശാസ്ത്രീയ നാമം. ഓപ്ഷൻ ബി നെലുംബോ ന്യൂസിഫെറ. നെലുംബോ ന്യൂസിഫെറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. തന്നിരിക്കുന്നവയിൽ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് തന്നിരിക്കുന്നവയിൽ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത്. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത്? ഓപ്ഷൻ എ തൊണ്ട. തൊണ്ടയെയാണ് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത്. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം. ഓപ്ഷൻ ബി പാഠകം. പാഠകം എന്ന കലാരൂപമാണ് കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷം. തുലാവർഷം എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഈഡൻ ഗാർഡൻസ്, ചിന്നസ്വാമി സ്റ്റേഡിയം, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ചിദംബരം സ്റ്റേഡിയം. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1B 2D 3A 4C. ഈഡൻ ഗാർഡൻസ്, കൊൽക്കത്ത, ചിന്നസ്വാമി സ്റ്റേഡിയം, ബംഗളൂരു, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ഡൽഹി, ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായിട്ടാണ് ക്യൂണിഫോം ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത്. തീരപ്രദേശത്തെ മുഖ്യ കൃഷി ഏതാണ്? തീരപ്രദേശത്തെ മുഖ്യ കൃഷി. ഓപ്ഷൻ എ നെല്ല്. നെല്ലാണ് തീരപ്രദേശത്തെ മുഖ്യ കൃഷി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഓപ്ഷൻ ബി മൗസിൻഡ്രം. തന്നിരിക്കുന്നവയിൽ മൗസിൻഡ്രമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ശരിയായ ജോഡികൾ ഏതൊക്കെ? രചനയും രചയിതാക്കളും. ആനക്കാരൻ കാരൂർ നീലകണ്ഠപിള്ള, ആത്മാവിലൊരു ചിത വയലാർ രാമവർമ്മ, വിഷകന്യക SK പൊറ്റക്കാട്ട്, ഹിമവാന്റെ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ. ശരിയായ ജോഡികൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയായ ജോഡികളാണ്. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഓപ്ഷൻ സി ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം. അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. തന്നിരിക്കുന്നവയിൽ അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ പഞ്ചായത്തി രാജ്. തന്നിരിക്കുന്നവയിൽ പഞ്ചായത്തി രാജാണ് അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 24. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓപ്ഷൻ എ എഡിമ. എഡിമ എന്ന അവസ്ഥയാണ് ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. രക്തത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ജീവകം സി. ജീവകം സി ആണ് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ഓപ്ഷൻ സി 1926 ഗുവാഹട്ടി സമ്മേളനം. 1926 ഗുവാഹട്ടി കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന
കൊണ്ടുവന്നത്. നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, പൗരദിനം. തന്നിരിക്കുന്നവയിൽ നവംബർ 26 പ്രാധാന്യം ഏതെല്ലാമാണ്? ഓപ്ഷൻ എ 1, 2 എന്നിവ. ദേശീയ നിയമദിനവും ദേശീയ ഭരണഘടനാ ദിനവും നവംബർ 26 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി 26 പൗരദിനം നവംബർ 19 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. ഓപ്ഷൻ സി 1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ എ ബി രാമകൃഷ്ണ റാവു ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. ഓപ്ഷൻ ബി എൻഡോമോളജിയാണ് പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ഭൂമിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ ബി ടൈറ്റാനിയമാണ് തന്നിരിക്കുന്നവയിൽ സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ. ഓപ്ഷൻ സി 3.28. ഇന്ത്യയുടെ വിസ്തീർണം 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്ററാണ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ചൊവ്വയിലാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത്. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത്. ആരാണ് ഈ വ്യക്തി? സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നത്. ഓപ്ഷൻ ബി സത്യജിത് റേ. സിനിമാ മേഖലയിൽ സംവിധായകനായും തിരക്കഥാകൃത്തുമായും കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു സത്യജിത് റേ. അദ്ദേഹമാണ് സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.